വിവാദ സർക്കുലർ തിരുത്തി സംസ്കൃത സർവകലാശാല. ഗവർണറുടെ പരിപാടിക്ക് പാലിക്കേണ്ട നിർദ്ദേശങ്ങളിൽ ഉൾപ്പെട്ട സർക്കുലറാണ് പിൻവലിച്ചത്. വിവാദ പരാമർശങ്ങൾ ഒഴിവാക്കി പുതിയ സർക്കുലർ പുറത്തിറക്കി. ഗവർണർ വരുമ്പോഴും പോകുമ്പോഴും എഴുന്നേറ്റ് നിൽക്കണമെന്നായിരുന്നു ആദ്യ സർക്കുലറിലെ പരാമർശം. ഗോപാൽ ശിലാസനിൽ വിവരങ്ങളുമായി. ഗോപാൽ, സർക്കുലറിൽ ഒരുപാട് നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. വരുമ്പോൾ എഴുന്നേൽക്കുകയും പോകുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യണമെന്നൊക്കെ. അതുമാത്രമല്ല, വേറെയും ചില നിർദ്ദേശങ്ങൾ കൂടിയുണ്ടായിരുന്നു. ഇപ്പോൾ ആ സർക്കുലർ എങ്ങനെയാണ് പിൻവലിച്ചിരിക്കുന്നത്? സ്മൃതി, ഇന്നലെ പുറത്തിറക്കിയ സർക്കുലർ ഏകദേശം 10ഓളം വരുന്ന നിർദ്ദേശങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ വിവാദമായത് ഗവർണർ വരുമ്പോഴും പോകുമ്പോഴും വിദ്യാർത്ഥികൾ നിശബ്ദമായി എഴുന്നേറ്റ് നിന്ന് ആദരവ് പ്രകടിപ്പിക്കണമെന്നും ഈ ഗവർണർ പ്രസംഗിക്കുന്ന സമയവും ഗവർണർ ഹാളിലുള്ള സമയവും ആരും തന്നെ ശബ്ദിക്കുകയോ എന്തെങ്കിലും തരത്തിലേക്കുള്ള ഇടപെടലുകൾ നടത്തുകയോ ചെയ്യരുത്. അതിനോടൊപ്പം തന്നെ മിതമായ രീതിയിൽ, നിയന്ത്രിതമായ രീതിയിൽ മാത്രമേ കൈയടിക്കാൻ പാടുള്ളൂ എന്നടക്കമുള്ള വിവിധ നിർദ്ദേശങ്ങൾ, അനുവാദമില്ലാതെ ദൃശ്യങ്ങളോ വീഡിയോകളോ ചിത്രീകരിച്ചത് തുടങ്ങിയ വിവിധ നിർദ്ദേശങ്ങളായിരുന്നു ഈ സർക്കുലറിൽ ഉണ്ടായിരുന്നത്. SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. സർക്കുലർ കത്തിച്ച് പ്രതിഷേധിക്കുമെന്ന് SFI പ്രഖ്യാപിച്ചു. പിന്നീട് മാധ്യമങ്ങളിൽ ഇത് വാർത്തയായി. ഇതോടുകൂടിയാണ് വൈസ് ചാൻസലർ സിസ തോമസ് ഈ വിഷയത്തിൽ ഇടപെട്ടത്. ഈ സർക്കുലർ പിൻവലിക്കുമെന്ന് ഇന്നലെ തന്നെ സിസ തോമസ് ഉറപ്പ് നൽകിയിരുന്നു. ഇത് പ്രകാരം ഈ പ്രധാനപ്പെട്ട പരാമർശങ്ങളെല്ലാം തന്നെ ഒഴിവാക്കി 3 നിർദ്ദേശങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. ആ സർക്കുലറിൽ പറയുന്നത് ഗവർണർ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് മുമ്പായി എല്ലാവരും ഹാളിലേക്ക് എത്തണമെന്നും പരിപാടി പൂർത്തിയാകാതെ ആരും ഹാൾ വിട്ട് പുറത്തു പോകരുത് എന്നുമാണ്. അതിനോടൊപ്പം തന്നെ മൊബൈൽ ഫോൺ എല്ലാവരും സൈലന്റിൽ സൂക്ഷിക്കണമെന്നുമുള്ള 3 നിർദ്ദേശങ്ങൾ മാത്രമാണ് ഈ പുതിയ സർക്കുലർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ജീവനക്കാരുടെയും ജനാധിപത്യ അവകാശങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണ് ഈ സർക്കുലർ എന്ന തരത്തിലേക്കുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം തന്നെ ഉയർന്നു വന്നിരുന്നു. ആ പ്രതിഷേധങ്ങളുടെ ഫലമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ മാറ്റം, തിരുത്തൽ എന്ന് വേണം സ്മൃതി വ്യാഖ്യാനിക്കാൻ.